റിപ്പോർട്ടർ ബ്രേക്കിംഗ്. SCRT-യിൽ ചട്ടവിരുദ്ധമായി ഡെപ്യൂട്ടേഷൻ നിയമനമെന്ന ആരോപണം. റിസർച്ച് ഓഫീസർ തസ്തികയിലേക്ക് സീനിയോറിറ്റി പരിഗണിക്കാതെ നിയമനം നടത്തിയെന്നാണ് ആരോപണം. പത്രത്തിൽ പരസ്യം നൽകണമെന്ന നിബന്ധന പാലിച്ചില്ല. വെബ്സൈറ്റിൽ മാത്രം വിജ്ഞാപനം പുറപ്പെടുവിച്ച് നിയമനം നടത്തിയെന്നുമാണ് പരാതി. ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണിത് എന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനയുടെ ആരോപണം. വളരെ സീനിയറായിട്ടുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള അധ്യാപകരെയാണ് ആ പോസ്റ്റിൽ നിയമിക്കാറുള്ളത്. പക്ഷേ ഇന്നലെ നിയമിച്ചവരെ സംബന്ധിച്ചിടത്തോളം പ്രൊബേഷൻ ഡിക്ലർ ചെയ്ത് 1 മാസവും 3 മാസവും ആയ റിസർച്ച് ഓഫീസർമാർ വരെ ഇന്നലെ ഇറങ്ങിയ ലിസ്റ്റിലുണ്ട്. ഇതിന് സാധാരണഗതിയിലൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വർത്തമാന പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് ഇൻ്റർവ്യൂ നടത്തിയാണ് യോഗ്യരായ ആളുകളെ ഇൻ്റർവ്യൂ ബോർഡ് നിശ്ചയിക്കുന്നത്. പക്ഷേ ഇത് വെറും സൈറ്റിൽ SCRT-യുടെ സൈറ്റിൽ മാത്രം അഡ്വർടൈസ്മെൻ്റ് ഇടുകയും ഇൻ്റർവ്യൂ നടത്തുകയും വെറും 10 ദിവസം കൊണ്ട് ഈ പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കി ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിലവിൽ വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇങ്ങനെ വളരെ മോശമായ ഒരു തരത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് ROയുടെ നേതൃത്വത്തിലാണ്. ഈ ഉത്തരവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ ഇൻ്റർവ്യൂ നടത്തി അതിന് തക്കതായ ആളുകളെ നിയമിക്കണമെന്നാണ് KPSTയുടെ അഭിപ്രായം. ഗോപാൽ ശീലാസനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോപാൽ, ഈ നിയമനങ്ങൾക്കൊക്കെ സാധാരണ നിലയിലാണെങ്കിൽ വ്യവസ്ഥാപിതമായ ചില രീതികൾ തന്നെ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന തരത്തിൽ ചട്ടവിരുദ്ധമായി ഇടപെട്ടു എന്ന ആരോപണം ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? എന്താണ് ഈ പരാതി ഉന്നയിക്കുന്ന പ്രതിപക്ഷ അധ്യാപക സംഘടന എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത്? അധികൃതരുടെ മറുപടി എന്താണ്? ഗോപാൽ ശീലാസനൻ. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതോറിറ്റിയാണ് SCRT എന്ന് പറയുന്നത്. അതായത് പാഠപുസ്തക രൂപീകരണവും ചോദ്യപേപ്പർ തയ്യാറാക്കലും അടക്കമുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് ഈ SCRT മുഖേനയാണ്. SCRT-യിലെ വിവിധ വിഷയങ്ങൾക്കായുള്ള റിസർച്ച് ഓഫീസർമാരുടെ ഡെപ്യൂട്ടേഷൻ നിയമനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ സീനിയറായിട്ടുള്ള ഒരു അധ്യാപകനെ ആയിരിക്കും റിസർച്ച് ഓഫീസറായി നിയമിക്കേണ്ടത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ ആയിരിക്കും റിസർച്ച് ഓഫീസറായി നിയമിക്കേണ്ടത്. എന്നാൽ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കി 1 മാസവും 3 മാസവും മാത്രം സമയമായിട്ടുള്ള ആൾക്കാരെ ഇതിൽ താല്പര്യപൂർവ്വം നിയമിച്ചു എന്നതാണ് ഇവർ ഒന്നാമത്തെ ആരോപണമായി ഉന്നയിക്കുന്നത്. ഈ നിയമന രീതിയിലും വലിയ ചട്ടവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകൾ നടന്നുവെന്ന ആരോപണവും കൂടി KPSTയെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനവർ കാരണമായി പറയുന്നത് സാധാരണഗതിയിൽ ആദ്യം വർത്തമാന പത്രങ്ങളിലാണ് ഇതിൻ്റെ പരസ്യം വരിക. അതിനോടൊപ്പം തന്നെ വെബ്സൈറ്റിലും വിജ്ഞാപനം പുറപ്പെടുവിക്കും. എന്നാൽ വർത്തമാന പത്രങ്ങളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാതെ SCRT വെബ്സൈറ്റിൽ മാത്രം ഒരു അറിയിപ്പ് പുറത്തിറക്കി. ആ അറിയിപ്പ് മുഖാന്തരം ഇത്തരത്തിൽ ഒരു നിയമനം 10 ദിവസങ്ങൾക്കകം തന്നെ വേഗത്തിൽ അടിയന്തര സ്വഭാവത്തിൽ പൂർത്തിയാക്കിയതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി. ഇതുവഴി ഇഷ്ടക്കാരെ താല്പര്യമുള്ള സ്ഥാനങ്ങളിലേക്ക് തിരികെ കയറ്റുന്നതിനുള്ള ഇടപെടൽ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായി എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് പിൻവലിച്ച് അടിയന്തരമായി തന്നെ യോഗ്യരായ അധ്യാപകരെ ഈ തസ്തികകളിലേക്ക് നിയമിക്കണമെന്നും ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.